കേരള സാർ, 100% ലിറ്ററസി സാർ. ജസ്പ്രീത് സിംഗ് എയറിൽ നിന്നിറങ്ങിയില്ല അല്ലേ? കാര്യം തമ്മി പല പ്രശ്നങ്ങളുണ്ടെങ്കിലും കേരളയെ പറഞ്ഞപ്പോൾ മലയാളികൾ കമന്റ് ബോക്സിൽ ആറാടുകയായിരുന്നല്ലോ. ഇന്ത്യ ഗോട്ട് ലാറ്റിൻ എന്ന യൂട്യൂബ് ഷോ ഒരേ സമയം 2 വിവാദങ്ങളായിരുന്നു ഷോയിൽ ഉടലെടുത്തത്. യൂട്യൂബർ രൺവീർ അല്ലാബാദിയെ നടത്തിയ അശ്ലീല പരാമർശവും വൻ വിവാദത്തിനായിരുന്നു തിരികൊളുത്തിയത്. മലയാളികൾ ഇരുവരെയും എയറിൽ നിന്ന് സ്പേസിലേക്ക് എത്തിക്കാൻ അധിക സമയവും വേണ്ടി വന്നില്ല. ഇന്ത്യ ഗോഡ് ലാറ്റിൻ ഷോയിലെ വിധികർത്താക്കളിൽ ഒരാളായിരുന്നു രൺവീർ. രൺവീർ നടത്തിയ പരാമർശം ഇതായിരുന്നു: ഇനിയുള്ള ജീവിതം നിങ്ങൾ മാതാപിതാക്കളുടെ ലൈംഗിക രംഗം ദിവസേന നോക്കി നിൽക്കുമോ അതോ അവർക്കൊപ്പം ചേർന്ന് എന്നേക്കുമായി ഈ പരിപാടി അവസാനിപ്പിക്കുമോ എന്നാണ് രൺവീർ മത്സരാർത്ഥിയോട് ചോദിച്ചത്. ഞൊടിയിടയിലായിരുന്നു വീഡിയോ വൈറലായത്. പിന്നാലെ രൺവീറിനെതിരെ പരാതി പ്രവാഹമായിരുന്നു. പരാതികളെ തുടർന്ന് ഷോയിൽ പങ്കെടുത്ത നിരവധി പേർക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു. കേസെടുത്തതിന് പിന്നാലെ കുറ്റബോധം കൊണ്ട് രൺവീർ കരയുന്നതായി ഒരു വീഡിയോ ആയിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നത്. ഞാൻ കാരണം എല്ലാ ജോലികളും നിർത്തിയതിൽ എനിക്ക് വിഷമം തോന്നുന്നു. ഇപ്പോൾ എനിക്ക് കുറ്റബോധമുണ്ട്. ടീമിനോട് ഇക്കാര്യം തുറന്നു പറഞ്ഞു എന്ന് രൺവീർ പറയുന്നതായിരുന്നു വീഡിയോ. 24 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ സംഭാഷണത്തിലും അശ്ലീല പദം ഉപയോഗിച്ചിട്ടുണ്ടെന്നതാണ് മറ്റൊരു കാര്യം. ഉള്ള തെമ്മാടിത്തരമെല്ലാം ടിവിയിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് കേസെടുത്തപ്പോൾ കിടന്ന് മോങ്ങുന്നത് കണ്ടില്ലേ എന്ന വിവരണത്തോടെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ ഈ പ്രചരിക്കുന്ന വീഡിയോ ഇപ്പോഴത്തെ വിവാദ പരാമർശത്തിന് ശേഷമുള്ളതല്ല എന്നതാണ് വാസ്തവം. 2021 COVID-19 സ്ഥിരീകരിച്ച ശേഷം രൺവീർ പങ്കുവച്ച വീഡിയോയാണിത്. എന്റെ COVID-19 അനുഭവം വ്ലോഗ് 24 എന്ന വിവരണത്തോടെ 2021 ഏപ്രിൽ 7 പങ്കുവച്ചിരിക്കുന്ന വീഡിയോയാണിത്. 8 മിനിറ്റിനോടടുത്ത് ദൈർഘ്യമുള്ള ഈ വീഡിയോയുടെ 30 സെക്കൻഡിന് ശേഷമുള്ള ഭാഗമാണ് വൈറൽ ക്ലിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചതും 14 ദിവസത്തേക്ക് ക്വാറന്റൈനിൽ പോകേണ്ടി വന്നതുമായ സാഹചര്യത്തിൽ ജോലി തടസ്സപ്പെട്ടതിനെ പറ്റിയാണ് രൺവീർ ഈ വീഡിയോയിൽ പറയുന്നത്. ഷോയിലെ തന്റെ അശ്ലീല പരാമർശത്തിന് ക്ഷമാപണം നടത്തി രൺവീർ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ക്ഷമാപണം എന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ അല്ല അത്. ലൈംഗിക പരാമർശം തല ഉയർത്തിയതോടെ കേരള വിവാദ പരാമർശം പതിയെ ശമിക്കുകയായിരുന്നു. ഷോയ്ക്കിടെ സമീർ റൈന ഒരു മത്സരാർത്ഥിയോട് അവളുടെ രാഷ്ട്രീയ ചായ്വിനെ കുറിച്ച് ചോദിക്കുന്നു. രാഷ്ട്രീയ ചായ്വുകളോ താൻ രാഷ്ട്രീയം ശ്രദ്ധിക്കാറില്ലെന്നും ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലെന്നും മത്സരാർത്ഥി മറുപടി പറഞ്ഞു. ഇതോടെ ജസ്പ്രീത് കേരള സാർ, 100% ലിറ്ററസി സാർ എന്ന് പരിഹസിക്കുന്നു. എക്സിൽ പങ്കുവച്ച ഈ വീഡിയോ ഇതിനകം 4 മില്യണിലധികം പേരാണ് കണ്ടത്. നോർത്ത് ഇന്ത്യൻ സാർ, ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സാർ, ഞങ്ങൾ കേരള സിനിമകൾ റീമേക്ക് ചെയ്യും സാർ എന്നിങ്ങനെ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കമന്റുകൾ വരെയുണ്ട് വീഡിയോയ്ക്ക് താഴെ. മലയാളികളുടെ അടങ്ങാത്ത രോഷം കൊണ്ട് നിറയുകയാണ് കമന്റ് ബോക്സുകളും ജസ്പ്രീതിനെതിരെയുള്ള വീഡിയോകളും. ഇതിനിടയിൽ ഒന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതല്ലേ മലയാളീസ്, കണ്ണൂരുകാരെന്ന് പറയുമ്പോൾ ബോംബിടുന്നവരല്ലേ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നവരും, കൊല്ലംകാരെന്ന് പറയുമ്പോൾ വെട്ടും കുത്തും തുടങ്ങി ജില്ലക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുമ്പോഴും കേരളത്തെ പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ വികാരത്തെ ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതല്ലേ?